ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് പോയ വീഡിയോ പോയിട്ട് വന്നിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇടേണ്ട അവസ്ഥ. കാരണം ഒരു ശനിയാഴ്ച രാവിലെ എന്നിട്ട് മഴയായതുകൊണ്ട് സുഖിച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 4-5 ബൈക്ക് വന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്. എൻ്റെ കൂട്ടുകാരന്മാരാണ്. അങ്ങനെ ഒട്ടും ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോയൊരു ട്രിപ്പായതുകൊണ്ട് എനിക്ക് വന്നിട്ടാണ് ഇൻട്രൊഡക്ഷൻ ഇടാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ആ ഒരു പൊന്മുടി യാത്രയിലേക്ക് പോവാം. കമാൺ. ഗൈസ്, പിന്നെ ഇവിടെ ഞാൻ പണ്ട് വന്നപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ഇറങ്ങിയിട്ടുമുണ്ട്. ഇപ്പോഴും അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ബ്യൂട്ടി ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. കണ്ടില്ല, ഒരു ഹിമാചലിലേക്ക് ആ ഒരു വ്യൂ കണ്ടിട്ടില്ലേ? എന്താ അല്ലേ ഗൈസ്. നമ്മുടെ ഫ്രണ്ടിലൊരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ടൊരു ഹിഡൻ സ്പോട്ടാണോ ഇതോ ഡെഡ് എൻഡ് ആണോ എന്നറിയത്തില്ല. എന്താ ലിനോയുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊന്ന് രേഖപ്പെടുത്തുക. എന്താണ് ഇതൊരു ഹിഡൻ സ്പോട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതെല്ലാവരും പറഞ്ഞത്. വേറെ എന്തെങ്കിലും പറയടാ. ഇതൊരു ഡെഡ് എൻഡ് ആണെന്നാണ് എൻ്റെ വേറെ അഭിപ്രായം. ശരി, താങ്ക് യു. ഗൈസ്, ഈ വഴി കൊള്ളാം കേട്ടോ. നമ്മുടെ ഈ ആ ഒരു മൂന്നാർ തോട്ടത്തിലോട്ടൊക്കെ ഇറങ്ങുന്ന ആ ഒരു ഫീലുണ്ട്. ഓഫ് റോഡാണ് കേട്ടോ. ഇവിടെ തീന്നടാ. ഇതാണ് എൻ്റെ ഹിഡൻ സ്പോട്ട്. നിങ്ങളല്ലേ സ്പോട്ടില്ലേ, സ്പോട്ടായില്ലേ? എൻ്റെ പൊന്നെ ഗൈസ്, അതെ അങ്ങനെയൊക്കെ നോക്കിക്കേ. വെള്ളം മഞ്ഞ കേട്ടോ, സോറി കൊട കേട്ടോ. എവിടെയാണ് നിന്റെ ഹിഡൻ സ്പോട്ട്? പിന്നെ അറിയാ ഊമ്പി അറിയാ ഗൈസ്, ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ഹിഡൻ സ്പോട്ടല്ല, ഒരു അൺനോൺ സ്പോട്ടാണ് കേട്ടോ. കാരണം പക്ഷെ വഴിയുണ്ട്, എന്നാലും ഇതേ ഈ പൊട്ടനെ ആക്ച്വലി ഇവിടെ ആദ്യമായിട്ടാണ് കാലിൽ എന്തോ കുത്തി കയറി ഗൈസ്. അങ്ങനെ അപ്പോൾ നമ്മളിത് ആ വഴിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് ഒന്നുകൂടെ ഞാൻ പറയുന്നത് ഹിഡൻ സ്പോട്ടല്ല, ഇത് ആർക്കും അറിയാത്തൊരു പുതിയ സ്പോട്ടാണെന്നാണ് പറയുന്നത്. ഇത് സ്പോട്ടല്ല മച്ചാനെ. ദേ എന്തുവാടാ? കൊളയട്ട ഗൈസ്, കൊളയട്ട ഉണ്ട്. കൊളയട്ട കൊളയട്ട നല്ലതാടാ. പിന്നെ പിടിച്ച് തിന്നി ഇല്ല, കൊളയട്ട നമ്മുടെ ബോഡിയിലെ ഇമ്പ്യൂർ ബ്ലഡ്സേ കഴിക്കത്തുള്ളൂ. ഗൈസ്, ദേ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ ഡേഞ്ചർ ആട്ടോ. അതാ ഇത് കണ്ടില്ലേ? നമുക്ക് എന്തിൻ്റെ കേടായിരുന്നതേ കണ്ടില്ലേ? ചെരുപ്പിന്റെ ഇടയിലൊക്കെ അത് വിട്, വാ. ഇവിടെ കൊളയട്ട നല്ലതാണ്, പാവങ്ങളൊന്നും ചെയ്യത്തില്ല, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ അറിഞ്ഞ സ്ഥലങ്ങളിലോട്ട് ഇറങ്ങുമ്പം സൂക്ഷിച്ച് വേണം ഇറങ്ങാം, ഓക്കെ? ഇതിനൊക്കെ കണ്ടാലും പേടിക്കാതെ കുറച്ച് ഉള്ളൊരു മൈൻഡ് സെറ്റ് വേണം. അണിതു, കമോൺ, ലെറ്റ്സ് ഗോ. പിന്നെ വേറൊരു ടെക്നിക്കുണ്ട്. ദേ അഥവാ ഇങ്ങനെ ഇതേപോലെ കയറി ഇത് പോകാൻ ഒരു രക്ഷയില്ലെങ്കിലേ നിങ്ങൾ ഇതേപോലെ തലയിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. അവരായിട്ട് തന്നെ അങ്ങ് ഇറങ്ങി പൊക്കോളും. കണ്ടില്ലേ എത്ര പേരുണ്ടായിരുന്നേന്നോ? എന്നിട്ട് ഇവർ പോണില്ലല്ലോ. അപ്പോഴാ ഇറങ്ങടാ, വീട്ടിലോട്ട് പോ. ഇവിടെ ഒന്നും വീട്ടിൽ അന്വേഷിക്കില്ല എന്തോ. ഗൈസ്, അങ്ങനെ നമ്മുടെ ഒരു ഹിഡൻ സ്പോട്ട് പാളിപ്പോയി. കണ്ടില്ലേ, മൊത്തം കൊളയായിട്ട് വന്ന് പെട്ടുപോയി. പെട്ടെന്ന് ഇവിടെ നിന്നാൽ വീണ്ടും കയറുവേ. നമ്മൾ അങ്ങനെ തളരുന്നവരല്ല നമ്മൾ. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. നമ്മൾ ലെറ്റ്സ് ഗോ. ഗൈസ്, അടുത്തൊരു ഹിഡൻ സ്പോട്ട് പറഞ്ഞേക്കാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കി നോക്കാം. ഈ വഴിയാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എൻട്രൻസ് കയറി കൊള്ളാമെന്ന് നോക്കാം. ഈ സൈഡൊക്കെ കൊള്ളാം കേട്ടോ. ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്ന വഴിയാണ്, നോക്കട്ടെ.
ഷട്ടേഴ്സൊക്കെ അത്യാവശ്യം വീതിയുണ്ട് കേട്ടോ. ഇതെന്താ റിസോർട്ടോ? ആ റിസോർട്ടല്ലേ ഗൈസ്, റിസോർട്ട് അങ്ങോട്ടാണ്. ഇവിടെ താഴോട്ടാണ് പോകുന്നത്. എവിടെ ഗൈസ്, ഇത് ഈ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, വാവ്. അത് കാണാൻ തന്നെ ഒരു അടിപൊളി ഫീൽ. ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു ഹിഡൻ സ്പോട്ട് നമ്മളെ ചതിക്കില്ലെന്ന് വിചാരിക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് വ്യൂ ഒക്കെ കൊള്ളാം കേട്ടോ. സൈഡിലോട്ടൊക്കെ വേറെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ അല്ലേ, ബ്രോ ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ബ്രോ ഹിഡൻ സ്പോട്ട് എന്നാണ് പറഞ്ഞത്. അറിയാൻ പാടില്ല. ഓക്കെ അങ്കിൾ നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് അങ്കിൾ? എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി തന്നെ കാണാം. ഓടട്ടെ. ഇതെന്തുവാടാ? ഗൈസ്, ഇവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. അതെ, മഞ്ഞുമൽ ബോയ്സിൻ്റെ. നമുക്ക് സ്പീഡാണ്. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. എന്താണ് ബ്രോ ഇത് എങ്ങോട്ടാണ് ബ്രോ പോകുന്നത്? നമ്മൾ പാതാളം. ഓക്കെ, താങ്ക് യു ബ്രോ. നമുക്കിത് ഇവിടെ വേറെ 2 മച്ചാന്മാർ പോകുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ബ്രോ ഇത് എങ്ങോട്ടാണ് ബ്രോ നമ്മൾ പോകുന്നത്? ഇങ്ങോട്ടോ. താങ്ക് യു ബ്രോ എങ്ങോട്ട്? ഓക്കെ ഇനി നമ്മൾ എത്ര ദൂരം ട്രക്കിംഗ് ചെയ്യണം ബ്രോ? ഇല്ല അല്ലേ? ഓ ബ്രോ, ഇത് ഷോർട്ട് കട്ടായിരുന്നു. പക്ഷേ ഈ പുന്നാര ബ്രോ നമ്മൾ 2 കിലോമീറ്റർ നടത്തിച്ചാൽ കൊണ്ടുവന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഇനിയുണ്ട് വഴികൾ. ഇങ്ങോട്ട് പോവാം. ചെറിയൊരു അരുവിയൊക്കെ വരാനുണ്ട്. ഉണ്ടല്ലേ? ബ്രോ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓ അങ്ങനെ. ഓക്കെ ബ്രോ ബട്ട് ഐ ഹെഡ് ദാറ്റ് ഇവിടെ കരടി ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. കരടി. ഓക്കെ ഗൈസ്, പിന്നെ ഇതൊക്കെ ഉണ്ട്. അത് തരിശ് ഭൂമിയല്ലേ ഗൈസ്? എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കുറയും. ഇവനെ ഞാൻ അടിച്ച് കൊല്ലുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ കടിയുണ്ട് തന്നാന്ന് തോന്നുന്നു ഗൈസ്. ഐ ആം സോറി. ഇതാണ് നമ്മുടെ ഹിഡൻ സ്പോട്ടിലെ കുളം. പക്ഷേ ഇതായിരുന്നു അരുവി. ഗൈസ്, നമ്മൾ മൊത്തത്തിൽ അപ്പോൾ ഇവിടെയും ഫ്ലോപ്പാണ് കേട്ടോ. ഗൈസ് തന്നെ കണ്ട കുളമായിട്ടാണ് കണ്ട. നിങ്ങളിതൊക്കെ സൂക്ഷിക്കണം വരാൻ, കേട്ടില്ലേ ഗൈസ്? ഇതായിരുന്നു കേട്ടോ ഹിഡൻ സ്പോട്ട്. പക്ഷെ ഇതാണ്ട് അവർ കണ്ടില്ലേ, വഴിയൊക്കെ അടച്ചു വയ്ക്കുന്നു. കുഴപ്പമില്ല, നമുക്ക് പോകാതെ വഴിയില്ലാത്തത്. ഹിഡൻ സ്പോട്ടുണ്ട് ഗൈസ്, ഹിഡൻ വഴിയുമുണ്ട് ഗൈസ്. കുറച്ച് ടഫാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. താങ്ക്സ് ബ്രോ. താങ്ക് യു ബ്രോ. ഗൈസ്, വീണ്ടും വാവ്, ഒരു അഡ്വഞ്ചറസ് ഫീൽ കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. റിയലി അമേസിങ്. ഹേ ഫ്രണ്ട്സ്, സൗണ്ട് ഉണ്ടാക്കല്ലേ പ്ലീസ്. ഓക്കെ, വരും ഗൈസ്. ഇത് കുറച്ച് തീവ്രമായ വഴിയാണ് കേട്ടോ. കഷ്ടാലത്തിന് മഴയുണ്ട്, ചെരുപ്പാണ് ഇട്ടുകൊണ്ട് വന്നേ. അപ്പൊ ഇതാണ് ബ്രോയുടെ സ്പോട്ട് അല്ലേ? ഇതിനെന്താ പേരെന്തെങ്കിലും ഉണ്ടോ ബ്രോ?
ലൂക്കാസ് വാട്ടർഫോൾ. ആ ഗൈസ്, ഇത് ഈ അരുവിയുടെ പേര് സ്മൈലി അരുവി എന്നാണ്. ഇത് കണ്ടില്ലേ, സ്മൈലി ചിട്ടി ചട്ടി ചുമ്മാ ഇരിക്കും ഇല്ല, കടിച്ചാലേ പോവുള്ളൂ. ഗൈസ്. കടിച്ചിനി ചോര മൊത്തം കുടിക്കണം. അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാലേ അതിന്റെ പല്ല് അതിൽ കുത്തിയിരിക്കും, പിന്നെ ചോര പൊയ്ക്കൊണ്ടിരിക്കും. പൊട്ടന്മാരെ പറ്റിക്കാടാ. ഇല്ലടാ, അങ്ങനെയാണ് പൊട്ടന്മാരെ പറ്റിക്കും. കടിച്ചു കഴിയുമ്പോ വേദന ഉണ്ടോ നിനക്ക്? കടിച്ചോ? ഇത് ഞാൻ തിരിച്ചു കടിക്കും മിക്കവാറും. അതെ, ആ മുങ്ങാണിക്കില്ലേ. ആ ഗൈസ്, ഇനി താഴോട്ടും എന്തൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ നോക്കാം, എനിക്ക് ചറുക്കലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും, അറിയാമല്ലോ. വെള്ളം ഒഴിച്ച് ടാങ്കിൽ ഇങ്ങോട്ട് എൻ്റെ മോനെ ഗായ്സേ, ദേ ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇങ്ങോട്ട് അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. നോക്കി 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 നോക്കി, ഇവിടെ സ്കേറ്റിംഗ് ഒന്നും വേണ്ട. ഇതിൽ വന്നാൽ മതി, അതിലെ വഴിയുണ്ട്. ഓക്കെ, എങ്കിൽ നമുക്ക് ഇതിൽ തന്നെ പോവാം. ഉണ്ടല്ലോ. ആക്ച്വലി നമുക്ക് അതുവഴി പോവാം. കണ്ടില്ലേ നമ്മൾ? ഗൈസ് പേടിക്കണ്ട, ഞാൻ വീണിട്ടില്ല, ആരും പേടിക്കണ്ട. ഐ ആം ബാക്ക് ടു വർക്ക്. ഓക്കെ ഗൈസ്, അങ്ങോട്ട് പോകണ്ട നിങ്ങൾ, എനിക്ക് ഒറ്റ പോക്കങ്ങ് പോവും. നമുക്കിതിലേക്ക് കയറാം, ഇതാണ് സേഫ് എന്ന് തോന്നുന്നു. ഓക്കെ. ആഹാ, കൊള്ളാം കേട്ടോ, കൊള്ളാം കൊള്ളാം കൊള്ളാം, വേറെ ഒന്നും പറയില്ല. കണ്ടേ, ഇത് ആക്ച്വലി ദിസ് ഈസ് നോട്ട് എ ചുള്ളി. കണ്ട, പായലല്ല, പുല്ലല്ല ഇത്, കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ പ്രകൃതിയെ കൂടെ അണഞ്ഞ് ചേർന്നാൽ ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടില്ലേ? ആക്ച്വലി ദിസ് ഈസ് എൻ ഇൻസെക്റ്റ്. എന്ത് പറ്റി ബ്രോ? ആര്? ആ, ഇതല്ലേ? ഒത്തിരി ഉണ്ട്. ഇത് ക്യാരമലും കൂടെ ചേർന്നതാണല്ലോ. അവിടെ കുറച്ച് വെറൈറ്റി. ഗൈസേ, ഈ വ്യൂ കണ്ടില്ലേ നിങ്ങൾ? അത് കാണാൻ അങ്ങ് പോയിട്ട് വല്ല കാര്യം ഉണ്ടോ? അവിടെ എത്തുമ്പോൾ പുള്ളിക്കാരൻ ചോദിക്കൂലേ? ഓ ചുമ്മാരി ഹോസ്പിറ്റലിൽ നല്ല ദൂരമുണ്ട്, പോത്തേ ഉള്ളൂ. ഒരാൾ പറയും വൺ ഡൗട്ട്. എന്താ അല്ലേ ഗൈസ്, ഉള്ള പറയാമല്ലോ. ഇവിടെ വന്ന് ഈ ഒരു സ്പോട്ടിൽ നിന്ന് വർത്താണ് കേട്ടോ. വർത്തെന്ന് പറഞ്ഞാൽ വർത്താണ്. കാരണം നിങ്ങൾക്കും ഇതേപോലെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ മാത്രമേ പോകാവൂ. ഇത് ഡേഞ്ചറാണ്, സ്റ്റിൽ ഡേഞ്ചറാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ അറിയുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ടുപോവുക. ഇറ്റ്സ് റിയലി വർത്ത്. കണ്ടില്ലേ? തീർച്ചയായും ഇത് വർത്താണ് ഗൈസ്. അങ്ങനെ ഹിഡൻ സ്പോട്ടിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്ത് പറ്റി? അവിടെ ഒന്നുകൂടെ കാണിച്ചേ. അത് മതി. കുഴപ്പമില്ല, കൈ പിടിച്ചോണ്ട് വാ, പെട്ടെന്ന് വാ. നല്ല വഴിയാണ് കേട്ടോ. വാ എടുത്തോണ്ട് വാ. ഗൈസ്, ആ ചീവീടിൻ്റെ ഒക്കെ സൗണ്ട് കേട്ടില്ലേ? കുറച്ച് ടെറർ ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ മോനെ കൊള്ളാട്ടോ. ഓ, ഇതാണ് ഒരു ടാസ്ക് വഴി കേട്ടോ. ഇതേ ഒരു കുത്തൻ ഇറക്കമുണ്ട്. ഈ ഫോണും പിടിച്ചോണ്ടൊക്കെ ഞാൻ എങ്ങനെ ഇറങ്ങും? അയ്യോ, ഒരുവിധം നമ്മൾ നേരത്തെ പോയത് അപ്പുറത്തൂടെ പാറ വഴിയാണ്. ഇത് നോർമൽ വഴി. ഗൈസ്, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പോവുക. അല്ലെങ്കിൽ ഇത് മേളത്തെ അവരെ കണ്ടിട്ട് അവരെ പോലെ ഇവിടെയൊക്കെ വന്ന് കണ്ടിട്ട് റിലാക്സ് ആയിട്ട് പോവുക. ഓക്കെ. ഓ, നൈസ് വ്യൂ. ഗൈസ്, നമ്മളങ്ങനെ പെൺപിടി വെച്ചിരിക്കുകയാണ്. ഓടെ ഇല്ല, നമ്മളെ ചതിച്ചു. പിന്നെ നോക്ക്, നാട്ടുകാർ മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മളവിടെ കൊടുക്കത്തെ മഴയായിരുന്നു. അത് കണ്ടാണ് കോടയും കൂടെ കൊണ്ടെന്ന് പറഞ്ഞു വന്നത്. ഇവിടെ ഇപ്പം എന്താണ് എന്താ ആളെ കളിയാക്കാണ്? അത് ഉച്ച വെയിൽ. എന്താ കോയമ്പത്തൂര്? നോക്കിയേ, എവിടെ? കോട
നീ പോടാ. ഗൈസ്, പൊന്മുടി വന്നാൽ ആരും മിസ് ചെയ്യാത്തൊരു സ്പോട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, അത് ഞാൻ കാണിച്ചിരുന്നു. എന്തേ നമ്മുടെ ഈ ടവറൊക്കെ അറിയാമല്ലേ? ഓ പക്ഷേ പണ്ടൊക്കെ ഇവിടെ നല്ല അത്യാവശ്യം പുല്ലൊക്കെ ഉള്ള വഴിയായിരുന്നു. അതെ, ഇപ്പം നോക്കിയേ റോഡൊക്കെ കുറച്ച് ടാസ്ക്കാണ്. എന്താണ് അങ്ങോട്ട് കയറിട്ടും എത്തുന്നില്ലല്ലോ കോപ്പ്. സൈഡൊക്കെ അടിപൊളി കേട്ടോ. ആ നല്ല വെയിലാട്ടോ, നല്ല വെയിലാണ്, നല്ല ഉഗ്രം വെയിലാണ്. ഇല്ല പുല്ലൊക്കെ കുറവ് ഇവിടെ അട്ടേന്ന് കാണൂല. സത്യം ഇന്ന് അത്യാവശ്യം റഷും ഉണ്ട് കേട്ടോ. സാറ്റർഡേ ആയിട്ടാണ് തോന്നുന്നത്. ഓ ടാലിയായി. ദിനോ എത്ര റൗണ്ട് ഓടണം? വാവ്, ഇതൊക്കെ നോക്കിയേ. പണ്ടൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും കാണാൻ പറ്റാൻ സെറ്റ്. അടിപൊളിയായിട്ടോ, അടിപൊളിയായി. ഗൈസ്, നമ്മളിവിടെ വന്നിട്ടേ എന്താ പറയുക, പണ്ടത്തെ ആ ഒരു പൊന്മുടി അല്ല കേട്ടോ ഇപ്പോൾ ഇവിടെ. കാരണം പണ്ടത്തെ പൊന്മുടി എന്ന് പറഞ്ഞാലേ ഇതേ ആ ടവർ ഉണ്ടല്ലേ, നമ്മളിപ്പോൾ ഈ ടവറിൻ്റെ പൊന്മുടി ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ടവറിൻ്റെ ബാക്ക് സൈഡാണ്, മനസ്സിലായത്. ഈ ടവറിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമുക്ക് വരാം, നമ്മൾ പയ്യന്മാരൊക്കെ വരും. പക്ഷേ അല്ലാതെ സിമ്പിളായിട്ട് വരാൻ പറ്റാത്തൊരു വഴിയായിരുന്നു. കാരണം ഫുള്ള് പുല്ലും കാര്യങ്ങളും. അതെ, നമ്മുടെ ഈ അളവിന് പുല്ലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വഴിയാണ്. പക്ഷേ ഇപ്പം മൊത്തത്തിൽ എന്താ പറയുക, നല്ല രീതിക്ക് ഷോക്കായി എന്നാണ് തോന്നുന്നത്. കാരണം ഒരുമാതിരി ഇതിപ്പോൾ ഒരു പൊന്മുടി ഫീൽ നമുക്ക് തരുന്നില്ല. അതെ, കണ്ടില്ലേ, ഇതിപ്പം പൊന്മുടി ഫീൽ തരുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. കാരണം അതെ, ജസ്റ്റ് ഒരു മല. കാരണം എന്താ കണ്ടില്ലേ, ഇവിടെ ഒക്കെ എല്ലാവർക്കും പോകാൻ പറ്റും. ഇതേ കണ്ടില്ലേ, പണ്ടത്തെ ഒരു പൊന്മുടി ഉണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് പുല്ലായിരുന്നു. ഇത് ഫുള്ള് ഇപ്പോൾ ഇതേ എല്ലാവർക്കും പോകാൻ പറ്റുന്ന രീതിക്ക് ഷോക്കായി കേട്ടോ, ഷോക്കായി. ഇനി കോട വന്നില്ലെങ്കിൽ മൊത്തത്തിൽ ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ വരത്തില്ല നിങ്ങൾ, പ്ലീസ്. കോട ഒന്ന് വാടാ. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഇതേ നമ്മളിപ്പോൾ മൊത്തത്തിൽ പൊന്മുടിയിലൊരു ബോട്ട് എത്തിയടാ. എന്നിട്ടും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കയറുന്നില്ല. കാരണം എന്തേ, ഒന്നുകിൽ വെയിൽ അല്ലെങ്കിൽ ഒരുമാതിരി ശോകം ഫീലാണ്. കാരണം എന്താ പറയുന്ന, പൊന്മുടി ആയില്ല, അത്ര എനിക്ക് പറയുള്ളൂ. നമ്മുടെ ഫ്രണ്ടാണ്, പെട്ടെന്ന് വാടാ. കണ്ടില്ലേ, പൊന്മുടി ആവണമെങ്കിൽ ഒന്നീ മഴ അല്ലെങ്കിൽ കോട, എന്തായാലും ഒരാൾ വന്നേ പറ്റൂ. ഒന്ന് വാടാ ഗൈസ്. അയ്യോ, വെരി ഡിസപ്പോയിൻറ്റഡ്. പൊന്മുടി അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറട്ടെ, നമ്മൾ ഇങ്ങനത്തെ ഇതും എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലായില്ലേ? എപ്പോഴും നല്ലത് മാത്രമല്ല, ഈ ഭൂമിയിൽ നമുക്ക് ചീത്തവും നമുക്ക് അനുഭവിക്കണം. ഓക്കെ, അതുകൊണ്ട് നല്ലതാണ്. അതെ, പൊന്മുടിയാണത് വേർക്കുന്നുണ്ടല്ലോ, അതും വെയിൽ കൊണ്ടിട്ട്. അതുകൊണ്ട് ഇതുപോലത്തുള്ള സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യണം, നമ്മളത് സർവൈവ് ചെയ്യണം, അത് ആസ്വദിക്കാനും പഠിക്കണം. എങ്കിലേ ലൈഫ് ഒരു ത്രില്ലിംഗ് ആണല്ലോ. എപ്പോഴും അടിപൊളി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഇതും കൂടെ എൻജോയ് ചെയ്യണം. ഓക്കെ, ശരി. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇതിൻ്റെ അപ്പർ സൈഡ് ഏതോ ഒരു അടിപൊളി ഹിഡൻ സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അപ്പോൾ ഇനി അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും ചെന്നൊന്ന് കണ്ടു നോക്കാം, ഇഷ്ടപ്പെടുമായിരിക്കും. നോക്കാം, ഇവന്മാരെ വിശ്വാസം നമ്മൾ പോകുന്നത് എന്താവും അറിയത്തില്ല. നോക്കാമല്ലേ എന്തായാലും. ഇതേ നമുക്കിനി ഇവിടെ നിന്ന് ഇതേ അങ്ങോട്ടാണ് പോകണ്ടേ. ആ 2 മലയും ഇറങ്ങി അങ്ങ് പോകണം. എന്തായാലും അടിപൊളിയായിരിക്കും. കാരണം പോയാലേ അറിയാം. ശരി, അപ്പം ബൈ ഗൈസ്. അയ്യോ, ഇന്നത്തെ ലാസ്റ്റ് ഹിഡൻ സ്പോട്ടാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് ടഫാണ്, കുറച്ചധികം ടഫാണിത്. ഏതൊക്കെയോ ഒരു മലയുടെ താഴ്വാരത്ത് കണ്ടില്ലേ, താഴ്വാരത്ത് ഇവിടെ നിന്ന് ഒരു കാടുണ്ടെന്നാണ് പറഞ്ഞത്. കാട്, പൊന്മുടിക്കകത്തൊരു കാട്. ശ്രദ്ധിക്കണേ, പൊന്മുടിക്കകത്ത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മോനെ
ഗൈസ് അയ്യോ വിഷ്വൽ ബ്യൂട്ടി കേട്ടോ. ഇതേ പൊന്മുടിക്കകത്ത് കാട്, വിശ്വസിക്കാവോ? അതുകൊണ്ടാ കൊപ്പിച്ചിട്ട് ഇപ്പോൾ കാര്യം പറ്റുകയാണ്. ഓ അടിപൊളി കേട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ല. ഇതേ പ്രോപ്പർ പൊന്മുടിക്കകത്ത് കാട്, നൈസ്. എൻ്റെ പൊന്നെ കാഴ്ച നോക്കിയേ, ഇപ്പോൾ അരുവി ഉണ്ട് കേട്ടോ. നല്ല ഇരുട്ട്, നല്ല തണുപ്പ്, മൊത്തത്തിൽ ഉഫ് നൈസാട്ടോ. അതെ അയ്യോ അയ്യോ നല്ല ചറുക്കലും വഴുക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അന്ന് അഗസ്ത്യവിടത്ത് പോയ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. പക്ഷെ അഗസ്ത്യവിടത്ത് നമുക്ക് വല്ലപ്പോഴൊക്കെ പാറ കണ്ടാൽ മതി, കാട് കയറിയ. ഇതിപ്പോൾ അതെ പാറ മാത്രമേ ഉള്ളൂ. നൈസ് കേട്ടോ. നമ്മൾ ലണ്ടൻ എത്തി. ബൈ. സെയിം സ്റ്റോറി ആയിരിക്കും. എന്താ അല്ലേ, ഇതാണ് കേട്ടോ ഗൈസ് ലാസ്റ്റ് വ്യൂ. ലാസ്റ്റ് അല്ല, ഇനിയുണ്ടോ? പോണോ? എനിക്കിത് ആ കാണുന്ന ലാസ്റ്റ് വ്യൂ നമുക്ക് ആൾക്കാരെ കാണിക്കാം. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നല്ല തന്നലുണ്ട്. നോക്കി ആ അതിൽ മതി, അതിൽ മതി കേട്ടോ. മൈര അത് ഇറങ്ങണം. നമ്മൾ കാണിച്ചു കൊടുക്കാം. ഓ ഗൈസ്, ഇനി കുത്തനുള്ളൊരു വലിയ ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതുവരെ ഒരുവിധം വന്നു. ഇതേ ഇനി കുത്തനുള്ള കൊക്കയാ. ഓ എന്താ അല്ലേ, ഒരുവിധം ഇതുവരെ എത്തി കേട്ടോ. പയ്യൻ വരെ വരുന്നേ ഉള്ളൂ. അടുത്ത സ്ഥലത്തോടെ അപ്പോൾ നമുക്ക് പോവാം. ഇതെങ്ങനെ രക്ഷപ്പെട്ടില്ലേ? ഗൈസ് അങ്ങനെ ആ ഒരു വ്യൂ കണ്ടിട്ട്, ആ ഒരു വ്യൂ കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. കാരണം വെയിലായിരുന്നില്ലേ. അതിങ്ങനെ കണ്ടിതാ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുക. അപ്പോഴേ വേറൊരു സംഭവം കണ്ടേ, കണ്ടില്ലേ? വന്നു, ചെറുക്കൻ വന്നു, ഹാപ്പിയായി. ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സത്യം നമ്മൾ ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഞാൻ പോക്കി പറയുന്നില്ല. പൊന്മുടിയിൽ എന്നൊക്കെ വന്നിട്ടുണ്ടോ ഇവ നമ്മളെ വിഷമിപ്പിച്ച് ഇന്നേരം ഇട്ടിട്ടില്ല. അതെ കണ്ടില്ലേ? ഊഫ്, നേരത്തെ ആ ഒരു ക്ലൈമറ്റ് നോക്കിയേ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് നോക്കിയേ. അതാ പറഞ്ഞേ, പൊന്മുടി ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റത്തില്ല. ഇവളെന്ത് പൊളിയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇന്നത്തെ ദിവസം അത്യാവശ്യം കൂടുതൽ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മളിപ്പോൾ ഇറങ്ങാം, ഒരു 6 മണി ടൈമായി, 5:30 സംതിങ് ആയി. കണ്ടില്ലേ, ഇത്രയും വണ്ടികളുമുണ്ട്. ഇന്നും കുറേ ആൾക്കാരുണ്ട്. ഇത് മേളിലൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. പാർക്കിംഗ് മാത്രം കണ്ടില്ലേ, ഇത് കാറിൻ്റെ മാത്രമല്ല, ഇനി അപ്പുറത്ത് ബൈക്കിൻ്റെ ഉണ്ട്. കൊള്ളാം എന്തായാലും. ഗൈസ്, അങ്ങനെ ഒരു അതിമനോഹരമായ ദിവസവും കടന്നുപോയി. ഇന്നത്തെ ദിവസം എന്തായാലും ഒരു മെമ്മറബിൾ ഡേ ആണ്. കാരണം കോടയും കാര്യങ്ങളും അഡ്വഞ്ചറും ഫണ്ണും എല്ലാം കൂടെ കിട്ടിയതും തന്നതുമായ നമ്മുടെ ഈ പൊന്മുടിക്കും നന്ദി. പിന്നെ എന്നെ ഉറങ്ങിക്കിടന്ന് തന്നെ വിളിച്ചുകൊണ്ട് വന്ന എൻ്റെ സുഹൃത്തുക്കളെ അവർക്കും നന്ദി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അടുത്ത ഇതിലും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.